പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രാർത്ഥനാധ്വനി പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം സഹായിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മാസത്തെ പ്രാർത്ഥനാധ്വനിയുടെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് മാനസാന്തരം എന്നുള്ളതാണ്. അതിനാധാരമായി ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 26-ന്റെ 20-ാമത്തെ വാക്യം. ആദ്യ ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങുമുള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു. അങ്ങയുടെ തിരുവചനം പങ്കുവെക്കുവാൻ ഇങ്ങനെ ഒരു അവസരം നൽകി തന്നതിനാ ദൈവത്തെ സ്തുതിക്കുന്നു. വചനത്തിനോട് സംസാരിക്കണമേ. കേൾവിക്കാരായിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവവചനം കേൾക്കുവാൻ വേണ്ടി അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ. വചനം സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഈ പ്രാർത്ഥനാതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയേറ്റിരിക്കാൻ നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്കറിയാം, മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ്. വചനാടിസ്ഥാനത്തിൽ പറയുമ്പോൾ ദൈവത്തെങ്കിലേക്ക് തിരിയുക. നമ്മുടെ ഏത് പ്രവൃത്തിയാണോ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഒരു യൂ ടേൺ അടിക്കുക. തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇപ്പോഴുള്ള ജീവിത ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി അത് ദൈവത്തെങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ് മാനസാന്തരം എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം. നമുക്കറിയാം, മാനസാന്തരം എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാമത്തതാണ്. സഭയുടെ ഉപദേശങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഒന്നാമത്തായതുകൊണ്ട് തന്നെ അത് മാനുഷിക ജ്ഞാനമല്ല. ദൈവവചനം എന്ന് പറയുന്നത് മാനുഷിക ജ്ഞാനമല്ല, ദൈവിക വചനങ്ങളാണ്. വേദപഠനം ഒരിക്കലും ശുഷ്കിച്ചതും വിരസത ഉളവാക്കുന്നതുമാകരുത്. മറിച്ച് ദൈവശാസ്ത്രം എന്നത് ജീവിക്കപ്പെടേണ്ടതും പ്രാർത്ഥിക്കപ്പെടേണ്ടതും ആലപിക്കപ്പെടേണ്ടതുമാണെന്നാണ് ദൈവദാസന്മാർ പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാന ഉപദേശങ്ങൾ നമ്മൾ പാലിക്കണം. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് നമ്മൾ ജീവിക്കേണ്ടതാണ്. ഇവിടെ സഭ എന്ന പദം ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ഒരു വിഭാഗത്തെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, മറിച്ച് ആഗോള സഭയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:37 മുതൽ 42 ഉള്ള വാക്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് സഭയുടെ ഉപദേശങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പെന്തക്കോസ്ത് ദിവസം പത്രോസ് പ്രസംഗിച്ച വചനങ്ങളെയാണ് അടിസ്ഥാന ഉപദേശങ്ങളായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനകത്ത് മാനസാന്തരമുണ്ട്, രക്ഷയുണ്ട്, പാപമോചനമുണ്ട്, വിശ്വാസ സ്നാനമുണ്ട്, ആത്മസ്നാനമുണ്ട്, വിശുദ്ധ ജീവിതം, വേർപാട്, അപ്പോസ്തലിക ഉപദേശം, കൂട്ടായ്മ, അപ്പനുറുക്ക് എന്നിങ്ങനെ പ്രാർത്ഥന എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അതിലൊന്നാമതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. റോമാലേഖനത്തിൽ ഇങ്ങനെ പൗലോസ് പറയുന്നുണ്ട്, മാനസാന്തരം 3:23 പൗലോസ് പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്ത് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. പാപം നിമിത്തം ലോകം മുഴുവൻ അപകടത്തിലായി. പാപം ചെയ്ത് എല്ലാവരും ദൈവദേശത്ത് നഷ്ടപ്പെട്ടവരാണ്. അവർക്കാണ് മാനസാന്തരത്തിന്റെ ആവശ്യമായിരിക്കുന്നത്. റോമാലേഖനം 5:12 ഇപ്രകാരം വായിക്കുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഈ ഇരുളിൽ നിന്ന് ലോകത്തിന് മോചനം ആവശ്യമാണ്. ഈ ഇരുണ്ട ലോകത്തിൽ നിന്ന് മനുഷ്യനൊരു മോചനം ആവശ്യമാണ്. പാപരഹിതനായ ഒരുവന് മാത്രമേ ആ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ.
പാപത്തിന്റെ ശമ്പളം മരണം അത്രയും നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പാപികളായ മനുഷ്യനെ രക്ഷിക്കുവാൻ യേശുക്രിസ്തു അതിനുള്ള രക്ഷാമാർഗമായി ലോകത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഈ യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് മാനസാന്തരത്തിന്റെ ആദ്യത്തെ പടി എന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തി 4:12 പ്രകാരം കാണുന്നു, മറ്റൊരുത്തിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ ലോകത്തിൽ ജനിച്ചു വീണ ഏതൊരു മനുഷ്യനും പാപിയായി തീർന്നിരിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നു. അവന്റെ പ്രവൃത്തികൾ കൊണ്ട് അവൻ പാപിയായി തീർന്നിരിക്കുന്നു. അവന് രക്ഷ ആവശ്യമാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ അതിന് സാധ്യമായി തീരുമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:16 ഇപ്രകാരം കാണിക്കും, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് നൽകുവാൻ ഇടയായി തീർന്നു. നമുക്ക് മാനസാന്തരം പല വിധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. നമുക്ക് അപ്പോസ്തലനായ പത്രോസിന്റെ മാനസാന്തരത്തെ നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി തീരും. പത്രോസ് യേശുക്രിസ്തു മീൻ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് പത്രോസിനെ തിരഞ്ഞെടുത്തു. പത്രോസ് എങ്ങനെ പല സന്ദർഭങ്ങളിലും പിന്തിരിഞ്ഞു പോകാൻ നോക്കിയെങ്കിലും യേശുക്രിസ്തു പിന്നെയും ചേർത്ത് നിർത്തുന്നത് കാണുവാൻ ഇടയായിത്തീരും. എന്നാൽ അവസാനം യേശുക്രിസ്തുവിനോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും പിന്മാറിപ്പോകയില്ല, ആര് വിട്ടാലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നുള്ള ഉറപ്പോടുകൂടി വാളും കരുതി പോകുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യേശുക്രിസ്തു പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ പിറകെ ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി പമ്മി പോകുന്ന അല്ലെങ്കിൽ പതുങ്ങിപ്പോകുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണാൻ കഴിയും. പലരും ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ പത്രോസ് ഞാൻ അവനെ അറിയുന്നില്ല, പ്രാകുവാനും ആണയിടുവാനും ഒക്കെ തുടങ്ങി. അങ്ങനെ തകർന്നു പോയ ഒരു ജീവിതമായിരുന്നു പത്രോസിന്റെ. എന്നാൽ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ഒരു തകർച്ചയിൽ നിന്ന് പത്രോസിന്റെ കർത്താവിനെ പറയുന്നു, നീ കോഴി കൂവും മുമ്പേ നീ എന്നെ തള്ളിപ്പറയും എന്ന് പറയുന്നുണ്ട്. പത്രോസിന് അപ്പോൾ ബോധം വരുവാൻ ഇടയായി തീർന്നു. ഈ തള്ളിപ്പറച്ചിൽ അല്ലെങ്കിൽ അത് കർത്താവ് ഇങ്ങനെ എന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ എന്നുള്ള ഒരു ബോധം വന്നിട്ട് തിരിച്ച് വിലപിക്കുവാനും കർത്താവിനോട് വിലപിച്ച് കർത്താവിനോട് ക്ഷമയാചിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. എന്നിട്ട് കർത്താവിന്റെ കല്ലറയ്ക്കൽ മറിയയും മറ്റും കടന്നു വന്നിട്ട് ഇവിടെ ഗുരുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന് കല്ലറയ്ക്കകത്ത് ഇറങ്ങുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും. ആ സമയം കൊണ്ട് എന്ത് സംഭവിച്ചു? ആ സമയം കൊണ്ട് ഇതേപോലെ തന്നെ കർത്താവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത യൂദ കെട്ടിഞ്ഞാന്ന് ചാകുവാനിടയായി തീർന്നു. കുറ്റബോധം മൂലം കെട്ടിഞ്ഞാന്ന് ചാകുവാനിടയായി. പക്ഷെ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാനുള്ള ഒരു മനസ്സ് യൂദയ്ക്കില്ലായിരുന്നു. അതാണ് യൂദയ്ക്ക് വേണ്ടിയും കൂടാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. പക്ഷേ മാനസാന്തരപ്പെടുവാനും മടങ്ങി വരുവാനുമുള്ള ഒരു മനസ്സ് യൂദയ്ക്ക് നഷ്ടപ്പെട്ടുപോയി. എന്നാൽ പത്രോസിനെ സംബന്ധിച്ച് പത്രോസിന് തന്റെ തെറ്റുകളെ ബോധ്യം വരുത്തിയപ്പോൾ ഒരു മൃഗത്തിൽ കോഴി കൂന്നതിൽ കൂടെ തന്റെ തെറ്റുകളെ ബോധ്യം വരുത്തിയപ്പോൾ തന്നെ അത് ഏറ്റെടുത്തിട്ട് അത് പബ്ലിക്കായിട്ട് അതിനെ ക്ഷമാപണം യാചിക്കുവാനും കർത്താവിനോട് വീണ്ടും പിൻപറ്റുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവിന്റെ അതിനുശേഷം ഒരു തീപ്പന്തം എന്ന പോലെ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു പ്രകാശമായി തീരുവാനിടയായിരുന്നു പത്രോസ്. തന്റെ ജീവിതത്തിലെ പരാജയങ്ങളെ നോക്കിക്കണ്ട് അതിനെ പഴിച്ചുകൊണ്ട് ആണെങ്കിൽ ഒരുപക്ഷെ ജീവിതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഈഗോ വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ, ഈഗോ അടിച്ചു കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിൽ അത് എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ച് തനിക്ക് ഒരുപക്ഷെ തന്റെ ജീവിതം അവസാനിപ്പിക്കാം. എല്ലാവരുടെ മുമ്പിൽ ഞാൻ കൊള്ളരുതാത്തവനായി തീർന്നു, അല്ലെങ്കിൽ എനിക്ക് യേശുക്രിസ്തുവിന് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കുവാൻ കഴിഞ്ഞില്ല എന്നൊരു കുറ്റബോധം അവനുണ്ടായി കഴിഞ്ഞാൽ അവനൊരു പക്ഷെ അതിൽ നിന്ന് ജയിക്കുവാൻ കഴിയില്ല. എന്നാൽ മറിച്ച് പത്രോസ് അതിനെ ജയിക്കുവാനിടയായി തീർന്നു. നമുക്ക് കാണുവാൻ കഴിയുന്നു ആ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഓടിയെത്തുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന് 3 ദിവസം മുമ്പ് തള്ളിപ്പറഞ്ഞ പത്രോസാണ്.
പിന്മാറിപ്പോയ ദൈവസന്നിധിയിൽ നിന്ന് ഒരുപക്ഷെ അകന്നുപോയ ഒരു പത്രോസിനെയാണ് മാനസാന്തരത്തിലൂടെ തിരിച്ചു വരുന്നത് കാണുവാൻ കഴിയുന്നത്. പിന്നീട് ആ പത്രോസിൽ നിന്ന് ധൈര്യത്തോടുകൂടി അപ്പോസ്തല പ്രവർത്തികൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പെന്തക്കോസ്ത് നാളിൽ ആത്മപൂർണനായി നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അനേകർ രക്ഷയ്ക്ക് ഈ യേശു ക്രിസ്തുവിലേക്ക് അനേകരെ ആനയിക്കുവാൻ 5000, 3000, 5000 ആൾക്കാരെ സ്നാനത്തിലേക്കും ഒക്കെ നടത്തുവാൻ തക്കവണ്ണം പത്രോസിനെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുവാനിടയായിത്തീർന്നു. പത്രോസ് കർത്താവിന്റെ കരങ്ങളിൽ ഒരു ഇണങ്ങിയ ആയുധമായി തീരുവാനിടയായിത്തീർന്നു. ആ മാനസാന്തരമാണ് കാരണമായി തീർന്നത്. ആ മടങ്ങിവരമാണ് കാരണമായി തീർന്നത്. ഈ കാലഘട്ടത്തിലും നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് മടങ്ങിവരവാണ്. മാനസാന്തരം ആവശ്യമാണ്. എല്ലാവർക്കും മാനസാന്തരം ആവശ്യമാണ്. ഒരു പക്ഷേ നമ്മൾ പാസ്റ്ററായിരിക്കാം, നമ്മൾ വിശ്വാസിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിയായിരിക്കാം. എല്ലാവർക്കും ആവശ്യമുള്ളത് മാനസാന്തരം ആവശ്യമാണ്. തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നു. ലോകത്തിലുള്ള ശ്വാസമുള്ള എല്ലാവരും തെറ്റുകളുണ്ട്. എന്നാൽ തെറ്റിനെ തെറ്റെന്ന് കണ്ട് അതിനെ ഏറ്റുപറയാനും ഉപേക്ഷിക്കാനും മനം തിരിഞ്ഞു വരാനുമുള്ള ഒരു കഴിവാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈഗോ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ തകർന്നു പോകാനിടയെത്തിയിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ തകർന്നു പോകും. സുബോധം നമുക്ക് വരണം. സുബോധം ഉണ്ടെങ്കിൽ മാത്രമേ മടങ്ങി വരുവാൻ കഴിയൂ. നമുക്ക് മുടിയനായ പുത്രന്റെ കഥയിൽ നമുക്ക് കാണുവാൻ കർത്താവ് പറഞ്ഞതാണ്. കർത്താവ് പറയുന്നു, അവനൊരു ബോധം വന്നു. അവന്റെ അപ്പന്റെ വീടിനെ കുറിച്ചുള്ള ഒരു ബോധം അവന് വന്നപ്പോൾ അവന് സുബോധം വന്നിട്ട് അവൻ തന്നെ പറയുകയാണ്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇത് അവന്റെ മനസ്സിൽ പറയുമെന്ന് തീരുമാനിച്ചാണ് അവൻ വരുന്നത്. പറഞ്ഞതായിട്ട് നമുക്ക് കാണുന്നില്ല. പക്ഷേ വരുമ്പോൾ തന്നെ അവൻ മനസ്സിൽ തീരുമാനമെടുത്തപ്പോൾ തന്നെ അവന്റെ മനസ്സിന് അവന്റെ ജീവിതത്തിൽ ചേഞ്ച് ആകുവാനിടയായി തീർന്നു. അവനെ കണ്ടാൽ അറിയാൻ കഴിയുന്നില്ല. പാപിയാണ്. അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. വർഷങ്ങളായി. ഒരുപക്ഷെ അവന്റെ നന്മകളെല്ലാം നഷ്ടപ്പെട്ടതാണ്. എങ്കിലും അതിൽ നിന്നെല്ലാം തിരിച്ചു വന്നപ്പോൾ അപ്പൻ അവനെ സ്വീകരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ മുടിയനായ പുത്രനെ സ്വീകരിച്ച് അവനു വേണ്ടി എല്ലാം ഒരുക്കി കൊടുത്ത് അവന്റെ കയ്യിൽ മോതിരം ഇടുന്നു. അവന് പുതിയ വസ്ത്രം, പുതിയ ചെരുപ്പ്, അവന്റെ മുടിയെല്ലാം വെട്ടി അവനെ ആ ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവനെ ആ പിതാവ് എപ്രകാരമാണ് ഇതുപോലെയാണ് സ്വർഗം നമ്മളെ സ്വീകരിക്കുന്നത്. നമുക്കൊരു മാനസാന്തരം ഉണ്ടാകുമ്പോൾ, നമ്മൾ തെറ്റിനെ കുറിച്ച് അനുതപിക്കുമ്പോൾ സ്വർഗം അത് ക്ഷമിച്ചിട്ട് കഴിഞ്ഞ മനുഷ്യൻ ഒരുപക്ഷെ ക്ഷമിക്കുകയില്ല. മനുഷ്യൻ ഒരുപക്ഷെ അതിനെ ഇങ്ങനെ ഓർപ്പിച്ച് നമുക്ക് ഇരിക്കും. എന്നാൽ ദൈവത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റുപറയുന്ന നിമിഷം തന്നെ അതിനെ കർത്താവ് മായ്ച്ചു കളയാൻ, അത് ക്ഷമിച്ചിട്ട് നമുക്ക് അനുഗ്രഹത്തെ വർഷിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ദിവസങ്ങളിൽ നമുക്ക് ക്ഷമിക്കുന്നത്, നമുക്ക് മടങ്ങി വരുന്നതായിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമകളായി തീരണം നമ്മൾ. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ഇതുപോലെ മാനസാന്തരം എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഒരു കൊലപാതകിയായ ഒരു യൗവനക്കാരന്റെ ഒരു ചിന്തയാണ്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ആ കവിത ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ശവശൈത്യമെഴും കൊടൈക്കനാൽ, ഒരു സത്രത്തളം അർദ്ധരാത്രി, കടുവിസ്കിയുമായി വിറച്ചുകൊണ്ട് എരുതിയുടെ കരയിലിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞാണ് ആ കവിത നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് ഒരു 10 കൽപ്പനയും ലംഘിച്ച ഒരു പാപിയാണ് അവൻ. അവന്റെ തെറ്റുകളെ ഏറ്റുപറയുന്നതിന് പകരമായി അവൻ ഓടി ഒളിക്കുകയാണ്. അവൻ കൊടൈക്കനാലിന്റെ അതിശൈത്യത്തിൽ പോയി ഇരുന്നു കൊണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ അവന്റെ പഴയ ജീവിതത്തെ കുറിച്ച് ഓർക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ഓർക്കുമ്പോൾ അവൻ ചെയ്ത ഓരോ പാപങ്ങളെ കുറിച്ച്, അവന്റെ തെറ്റുകളെ കുറിച്ച് അവൻ ഇങ്ങനെ ഓർമ്മ വരുന്നു. അതിൽ നിന്ന് ഒളിച്ചോടാമെന്നാണ് ചിന്തിക്കുന്നത്. ഒളിച്ചോടുന്നത് ഏറ്റവും ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ്. കാരണം ഒളിച്ചോടുന്നവന് ഉറങ്ങുവാൻ കഴിയില്ല. നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയാത്രത്തോളം കാലം നമുക്ക് ഉറങ്ങുവാൻ കഴിയില്ല. തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ഹൃദയം വിശാലമായി തീരുവാനിടയായി തീരും. മറ്റുള്ളവരെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് തയ്യാറെടുക്കുന്നതായി കാണുവാൻ കഴിയും. ഇവൻ ചിന്തിക്കുന്നുണ്ട്. അവന്റെ ആ ആത്മതമനങ്ങളാണ് ആ കവിത മുഴുവൻ പറയുന്നത്.
അവൻ പറയുന്നുണ്ട്, ഒളിജീവിതം നയിക്കാം, ആർക്കും പിടികൊടുക്കാതെ ഞാൻ മറ്റുള്ളവരെ കളിപ്പിച്ചു, ആർക്കും തെളിവുകളൊന്നുമില്ല. ഇവൻ നല്ല ബുദ്ധിമാനാണ്, ഇവന് തെളിവുകളൊന്നുമില്ല. എനിക്ക് അവന് ശിക്ഷ ഒരുപക്ഷെ അവൻ ഏറ്റു പറയാതിരുന്നാൽ ശിക്ഷ ലഭിക്കാതെ ഒരുപക്ഷെ ലോകത്തിൽ ഇങ്ങനെ നടക്കാം. പക്ഷെ എത്ര നാൾ? എപ്പോഴും അവനെ കുറ്റബോധം കാർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അവൻ ഇനിയും നന്നായിട്ട് നടന്നാൽ ഈ ചെയ്ത പാപത്തിന്റെ കുറ്റബോധം അവനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവൻ സ്വയം തീരുമാനിക്കുകയാണ്, ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്നതിന് അർത്ഥമില്ല. ഒളിച്ചു ജീവിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു തടവറയിൽ ജീവിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ ഒളിപ്പിച്ചുകൊണ്ട് മാനസാന്തരമില്ലാതെ നമ്മൾ നടക്കുന്നതിനേക്കാൾ നല്ലതാണ് ഈ പോലീസിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് തടവ് ജീവിതം നയിക്കുന്നത് എന്ന് ആ കുറ്റവാളിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായതായിട്ടാണ് ആ കവിത അവസാനിപ്പിക്കുന്നത്. ഈ നാളുകളിൽ നമ്മൾ ദൈവമക്കളാണെന്ന് നമുക്ക് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകണം. എന്താണ് തെറ്റ്? ആ തെറ്റിനെ ഏറ്റുപറയാനുള്ള, അല്ലെങ്കിൽ കുറവുകളുണ്ട്, മനുഷ്യനെല്ലാവർക്കും കുറവുകളുണ്ട്, ആ കുറവിനെ ഏറ്റുപറയാനുള്ള ഒരു മനോധൈര്യം, ഒരാത്മധൈര്യം നമുക്ക് വേണം. ആ കുറ്റവാളി ഇങ്ങനെയാണ് പറയുന്നത്, 100 സൂര്യന്റെ പ്രകാശമുള്ള ആകാശം പോലെയായി എന്റെ ഹൃദയം. ആ തെറ്റിനെ ഏറ്റുപറഞ്ഞപ്പോൾ, ഞാൻ ഒരു കുറ്റവാളി, ഞാൻ ആ പാപം ഞാൻ ചെയ്തു, ഞാൻ എന്ത് ശിക്ഷയാണ് എനിക്ക് തരാനുള്ളത് അത് മുഴുവൻ ഞാൻ ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ കവിതയിൽ വിവരിച്ചിരിക്കുന്നത് 100 സൂര്യന്മാർ ഒരുമിച്ച് പ്രകാശിച്ചു നിൽക്കുന്ന പോലെ തന്റെ ഹൃദയം പ്രകാശിക്കുവാനിടയായി തീർന്നു. തെറ്റുകൾ ചെയ്യുന്നവന് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാഗൽഭ്യം പോരാതെ വരുന്നു. തെറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് അത് എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ല. മറ്റുള്ളവരിൽ നിന്ന് ഞാൻ എപ്പോഴും ഒരു കുറ്റബോധം നമ്മളെ കാർന്നു നിന്നുകൊണ്ട് നമ്മൾ ഒളിച്ചു ജീവിക്കുവാനാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. തെറ്റാര് ചെയ്താലും അതിന് ശിക്ഷ വേണം. എന്നാൽ സ്വയം ഉണ്ടാക്കുന്ന തടവറയിൽ കഴിയുന്നവരാണ് നാം പലപ്പോഴും. ആ തടവറയിൽ നിന്ന് രക്ഷിക്കുവാനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത്. നമ്മളൊരു തെറ്റ് ചെയ്തു, ഒരുവൻ നമ്മളോടൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിന് പകരമായിട്ട് അവനെ കൊന്നെന്ന് വിചാരിക്കുക. ആ കൊന്നു കഴിയുമ്പോൾ നമ്മുടെ പക തീർന്നു. പക്ഷേ ദൈവീകത നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമ്മളൊരു കൊടും പാപിയായി തീരുകയാണ്, കുറ്റവാളിയായി തീരുകയാണ്. എന്നാൽ അവിടേക്കാണ് മാനസാന്തരത്തിന്റെ ആവശ്യമായി വന്നിരിക്കുന്നത്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ഉറങ്ങാതെ സൂക്ഷിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മൾ ഒരു ദൈവദിനത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 36:3 ഇപ്രകാരം കാണുന്നു, പക്ഷേ യഹൂദാഗൃഹം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് കേട്ടിട്ട് ഓരോരുത്തൻ താന്റെ ദുർമാർഗം വിട്ടുതിരിവാനും ഞാൻ അവരുടെ അതിക്രമവും പാപവും ക്ഷമിപ്പാനും ഇടവരും. അവിടെ പ്രവാചകൻ പറയുന്നത്, കർത്താവ് നമുക്ക് വരുത്തുവാൻ, അല്ലെങ്കിൽ യഹൂദാഗൃഹത്തിന് വരുത്തുവാനിരുന്ന ആ അനർത്ഥത്തെക്കുറിച്ച് കേട്ടപ്പോൾ സ്വയമായി വിലപിക്കുവാനും ദുർമാർഗങ്ങളെ വിട്ടുതിരിയുവാനും ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാനിടയായി തീർന്നു. മാനസാന്തരം ആർക്കാണ് ആവശ്യമായിരിക്കുന്നത്? ഈ ലോകത്തിലുള്ള മാനവരാശിക്ക് മുഴുവൻ മാനസാന്തരം ആവശ്യമാണ്. ഏക മനുഷ്യനാൽ പാവവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. തെറ്റ് ചെയ്യുന്നവന് മാനസാന്തരത്തിന്റെ ആവശ്യം. കർത്താവ് പറയുന്നു, രോഗിക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. തെറ്റ് ചെയ്യുന്ന മനുഷ്യനാണ് മാനസാന്തരത്തിന്റെ ആവശ്യമുള്ളത് വരുന്നത്. നമ്മൾ ഒരിക്കൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു, പക്ഷെ പിന്നെയും നമ്മുടെ ജീവിതത്തിൽ മാനുഷികമായി വരുന്ന തെറ്റുകളെ നമുക്ക് ഏറ്റുപറയുവാനും അത് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും നമുക്ക് കഴിയണം. ആധുനിക വിശ്വാസിക്ക് പറ്റുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ തെറ്റേത് ശരിയേത് എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരുവനാൽ നമ്മുടെ തെറ്റുകൾ കാണിക്കപ്പെടുമ്പോൾ അത് പിന്നെയും അതിൽ തന്നെ തുടർന്നു പോകുവാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. ഈ ദിവസങ്ങളിൽ അതിനെ നമ്മൾ അതിജീവിക്കണം.
റോമലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, 2:4 മുതലുള്ള വാക്യങ്ങൾ. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അവിടെ അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയയെയും ക്ഷമയെയും ദീർഘശാന്തിയെയും അതിന്റെ ആ ഐശ്വര്യം, അതിന്റെ ആ സൗന്ദര്യം നമ്മൾ തള്ളിക്കളയുകയാണോ? നമ്മൾ പിന്നെയും പാപത്തിൽ തന്നെ വിരാജിക്കുകയാണോ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ ചോദിക്കുവാനിടയായി തീർന്നത്. അങ്ങനെ പത്രോസിന്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസിനെ കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഉപയോഗിക്കുവാനിടയും പത്രോസിനോട് നേരത്തെ പറഞ്ഞു, നീ മനുഷ്യനെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിക്കുവാനിടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസിന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അനേകരും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് കടന്നു വരുന്നത് കാണുവാൻ കഴിയും. തുടർന്ന് നമുക്ക് നമ്മൾ വായിച്ച വേദഭാഗത്ത് കടന്നു വരികയാണെങ്കിൽ പൗലോസിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുമ്പാകെ തന്റെ മാനസാന്തരത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രസംഗമാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. അത് 26-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ, അഗ്രിപ്പ രാജാവേ, യഹൂദന്മാർ എന്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെക്കുറിച്ചും ഇന്ന് തിരുമുമ്പാകെ പ്രതിവാദിപ്പാൻ ഇടവന്നതുകൊണ്ട് വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവനാകിയാൽ ഞാൻ ഭാഗ്യവാനെന്ന് നിരൂപിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ പൗലോസ് തന്റെ മാനസാന്തരത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. ആർക്കും കൊള്ളാതിരുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ മുച്ചൂടും മുടിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടി വിദ്യാസമ്പന്നനായവൻ, പണത്തിന് യാതൊരു വിധത്തിലും കുറവില്ല, ഗമാലിയലിന്റെ കാൽക്കലിൽ നിന്ന് പഠിച്ചവൻ, ന്യായപ്രമാണം വ്യക്തമായി അറിയാവുന്ന പൗലോസ് അല്ലെങ്കിൽ ശൗൽ, ഈ മാർഗക്കാരെ ഏതു വിധേനയും കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ആ പോകുന്ന വഴിക്കാണ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദർശനമുണ്ടായി താഴെ വീഴുവാനിടയായി. ആ ദർശനമുണ്ടായപ്പോൾ അവിടെ ചോദിക്കണം, കർത്താവേ, നീ ആരാണ് കർത്താവേ? കാരണം ഇതുവരെ തന്റെ ശക്തി കൊണ്ട് പോയപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു എൻകൗണ്ടർ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ആ സ്വർഗീയ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കർത്താവാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുകയും അവിടം തൊട്ട് മാനസാന്തരം ആരംഭിക്കുവാനിടയായി തീർന്നു. അവിടുന്ന് കടന്നുപോയി അനന്യാസിനാൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച്, അനന്യാസ് കടന്നു എന്ന് പ്രാർത്ഥിച്ച് തന്റെ കണ്ണിൽ നിന്ന് ചെന്നുപോലെ നഷ്ടപ്പെട്ട കാഴ്ച തിരികെ കിട്ടുകയും അവിടുന്ന് തന്റെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം അവിടം തുടങ്ങി കായ്ക്കുവാനിടയായി തീർന്നു. അതിശക്തമായി ഒരുപക്ഷേ നമ്മുടെ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെക്കാൾ ഉപരിയായി സഭയെ ഉറപ്പിക്കുവാനും, സഭയെ ദൈവവചനത്തിൽ ഉപദേശങ്ങൾ സഭയ്ക്ക് നൽകി കൊടുക്കുവാനും, സഭയെ ദൈവവചനത്തിൽ ഉറപ്പിക്കുവാനും കഴിഞ്ഞത് പൗലോസിനാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു 4-ാം വാക്യം, എന്റെ ജാതിക്കാരുടെ ഇടയിലും യെരൂശലേമിലും ആദ്യം മുതൽ ബാല്യം തുടങ്ങിയുള്ള എന്റെ നടപ്പ് യഹൂദന്മാർ എല്ലാവരും അറിയുന്നു. പൗലോസ് പറയുന്നത്, എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്, എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ ആരായിരുന്നു? ഞാൻ ഒരു പരീശനായിരുന്നു. ഞാൻ ഈ മാർഗക്കാരെ ഏതു വിധേനയും നശിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടിയായിരുന്നു പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ ആ നാമനിമിത്തമാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല, അഭിമാനത്തോടു കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ എന്നെ കൊന്നോ, നിങ്ങൾ എന്നെ എന്ത് കാര്യം ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കതിൽ പ്രശ്നമില്ല. ഞാൻ സുവിശേഷ നിമിത്തം ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുവാനിടയായിട്ട് അതിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം അവിടെ പറയുന്നതാണ്. 5-ാം വാക്യത്തിൽ, ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദ പ്രകാരം പരീശനായി ജീവിച്ചുവെന്ന് ആദ്യം മുതൽ അറിയുന്നു. അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങൾ രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിച്ചതും
ആയ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ട് അത്രയും ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴായിരിക്കുന്നത് തന്റെ വിശ്വാസത്തിലുള്ള ആ ഒരു പരീക്ഷ കൊണ്ടാണ് ഇപ്പോൾ ഈ വിസ്താരത്തിലായിരിക്കുന്നത്, ഇപ്പോൾ ജയിലിലായിരിക്കുന്നത്, ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പൗലോസ് തിരിച്ചു അവിടെ പറയുകയാണ്. രാജാവേ, യഹൂദന്മാർ എന്റെ മേൽ കുറ്റം ചുമത്തുന്നത് ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുക വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത്? നസ്രായനെ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണേ എന്ന് ഞാനും വിചാരിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പൗലോസ് പ്രവർത്തിച്ച പ്രകാരമാണ്. സ്തെഫാനോസിനെ കൊല്ലുമ്പോൾ അതിന്റെ വസ്ത്രം സൂക്ഷിപ്പുകാരനായിട്ട് ഇരുന്ന പൗലോസിനെ ദൈവം പിടിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ലോകമേവിടെ താൻ എത്രമാത്രം ശക്തമായി ഈ സുവിശേഷത്തിന് എതിരായി പ്രവർത്തിച്ചോ, ക്രിസ്ത്യാനികൾക്ക് എതിരായി പ്രവർത്തിച്ചോ, അതിലും ഉപരിയായി അതിലും ശക്തമായിട്ടാണ് താൻ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുവാനായി തീർന്നത്. ഏതെല്ലാം രാജ്യങ്ങളിൽ പോകാമോ അവിടെ എല്ലാം സുവിശേഷ യാത്രകൾ നടത്തി, മൂന്നിലധികം പ്രാവശ്യം സുവിശേഷ യാത്രകൾ നടത്തി. ഏതെല്ലാം തരത്തിൽ ഇത് പ്രകീർത്തിക്കപ്പെടാമോ, എവിടെല്ലാം ഇത് വചനം എത്തിക്കാൻ കഴിയുമോ അവിടെ എല്ലാം അത് ജാതിയെന്നോ യവനെന്നോ യഹൂദനെന്നോ നോക്കാതെ എല്ലാവരുടെയും മധ്യത്തിൽ എല്ലാവർക്കും എല്ലാമായി തീർന്നുകൊണ്ട് ആ സുവിശേഷം പ്രചരിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. അതാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. ഈ ദിവസങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ഈ മാനസാന്തരത്തിൽ കടന്നു വന്നു. നമുക്ക് എത്രമാത്രം പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, എത്രമാത്രം പേരെ നമുക്ക് ഈ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്ക് മാനസാന്തരം ഉണ്ടാകുന്നുണ്ടോ? ചെറിയ ചെറിയ തെറ്റുകൾ വരുമ്പോൾ ആ കർത്താവ് തന്നെ പറയുന്നത്, ഒരുവനെ നിസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കൊലക്കുറ്റത്തിന് യോഗ്യനാണ്, അവനെ കൊല്ലുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? തെറ്റിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ഒരുപക്ഷെ ക്ഷമ യോജിക്കുവാൻ കഴിയുന്നുണ്ടോ? കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പോലും നമുക്ക് പറയുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ എത്ര പേരെ എത്ര പ്രാവശ്യമായിട്ട് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ധൈര്യസമേതം പൗലോസ് ആ തന്റെ സാക്ഷ്യം അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ പറയുകയാണ്. 15-ാം വാക്യത്തിലാണ് ഇപ്രകാരം പറയുന്നത്, നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ, എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കാം. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് ആവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ദൈവത്തിന്റെ പ്രത്യക്ഷത എന്തിനുണ്ടായി? തന്റെ സുവിശേഷത്തിന് സാക്ഷിയുമായി നിൽക്കുവാൻ ആണ് ഈ പ്രത്യക്ഷത ഉണ്ടാകുവാനിടയായി തീർന്നത്. നമുക്ക് ലഭിക്കുന്ന മാനസാന്തരത്തിലൂടെ മറ്റുള്ളവരിലേക്ക് ആ സുവിശേഷം എത്തിക്കുവാൻ, ദൈവത്തിന്റെ സ്നേഹം എത്തിക്കുവാൻ നമുക്കിടയായി തീരണം. ജനത്തിന്റെയും 17-ാമത്തെ വാക്യം, ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ മേൽ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്? ശുദ്ധീകരിക്കപ്പെട്ടവരുടെ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാൻ, കണ്ണടഞ്ഞിരിക്കുന്നവരുടെ കണ്ണു തുറക്കണം. അനേകരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കണം. നമുക്ക് മാനസാന്തരം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരിലേക്കും അതേ അനുഭവം മറ്റുള്ളവരിലേക്കും പകരുവാൻ ഇടയായിത്തീരണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഫലം കായ്ക്കുവാൻ, അല്ലെങ്കിൽ അതിന് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് കാണുവാൻ കഴിയുള്ളൂ. പൗലോസിനുണ്ടായ മാനസാന്തരം പോലെ നമുക്ക് എത്ര നാളായി നമ്മൾ ഒരുപക്ഷെ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ നിൽക്കുന്നുണ്ട്, നമ്മൾ പ്രവർത്തിക്കുന്നത്. എത്രമാത്രം നമുക്കത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നു, എത്ര പേരിലേക്ക് നമുക്കത് എത്തിക്കുവാൻ കഴിയുന്നു എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. അനേകരെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാൻ, നാം അറിഞ്ഞ സത്യം മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഇടയായിത്തീരണം. അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന പോലെ
ഈ ദിവസങ്ങളിൽ നമുക്കും ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. നമ്മൾ ദൈവമക്കളായിരിക്കാം, നമുക്ക് ദൈവത്തിനെ നല്ലവണ്ണം അറിയാമായിരിക്കാം, എങ്കിലും ദൈനംദിന ജീവിതത്തിൽ നമുക്ക് മാനസാന്തരം ആവശ്യമാണ്. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് മാനസാന്തരത്തിന് ആവശ്യമാണ്. മാനസാന്തരം നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീരുവാനിടയായിത്തീരും. ദൈവാത്മാവിന്റെ നിലനിൽപ്പിന് നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനസാന്തരം ആവശ്യമാണ്. നമുക്ക് ശിംശോനെ കാണുവാൻ കഴിയുന്നുണ്ട്. ശിംശോൻ നാസീർ വ്രതക്കാരനാണ്. എന്നാൽ അവന് ശവത്തെ തൊടാനോ വീഞ്ഞു കുടിക്കുവാനോ മദ്യം കുടിക്കുവാനോ ഒന്നും അവകാശമില്ല. അവനത് നിഷേധ്യമാണ്. എന്നാൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവന്റെ ശക്തി ജഡയിലാണെന്ന് പറഞ്ഞ് ആ ജഡയും മുറിച്ചു കളഞ്ഞതിന് ശേഷവും എന്താ പറ്റി? താൻ കുടഞ്ഞെഴുന്നേക്കുകയാണ്. ഒരുപക്ഷെ ഇതുപോലെയാണ് നമ്മുടെ മാനസാന്തരവും നമ്മുടെ ആത്മീയ ജീവിതവും ഇതുപോലെയാണ്. പലപ്പോഴും നമ്മുടെ ശക്തി നഷ്ടപ്പെട്ടു പോയി, ദൈവത്തോടുള്ള ബന്ധം നമ്മൾ നഷ്ടപ്പെട്ടു പോയി. ആ മാനസാന്തരത്തിന് മുമ്പുള്ള ജീവിതത്തിലേക്ക് അതുപോലെ നമ്മൾ ആയില്ലെങ്കിലും മറ്റു പലതിലേക്ക് നമ്മൾ ഡൈവേർട്ട് ആയിപ്പോയി. ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ദൈവവചന ധ്യാനം കുറയുന്നതിന് കാരണമായി തീർന്നു. പ്രാർത്ഥന ജീവിതത്തിൽ കുറയുന്നതിന് കാരണമായി തീർന്നു. ഉറക്കം വരുന്നിടം വരെ നമ്മൾ ഒരുപക്ഷെ വീഡിയോയും ഫേസ്ബുക്കും മറ്റും കണ്ട് നമ്മുടെ ജീവിതം കഴിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നെ തന്നെ നോക്കിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ തരംഗം ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തെ കാർന്നു വന്നുകൊണ്ടിരിക്കുന്നു. മാനസാന്തരത്തിന് അനുഭവത്തെ കാർന്നു തിന്നുന്ന ഒരു ഇത് കാണുവാൻ കഴിയുന്നു. അതിൽ നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ഉപവാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും ഭക്ഷണം വെടിയാറുണ്ട്. ഭക്ഷണം വെടിഞ്ഞ് ഉപവസിക്കുന്നവരുണ്ട്, ഭക്ഷണം വെടിയാതെ ഉപവസിക്കുന്നവരുണ്ട്. എന്നാൽ നമുക്ക് പലപ്പോഴും മൊബൈൽ ഫോൺ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുവാനിടയായിരുന്നു. ഭക്ഷണത്തെക്കാൾ ആവശ്യമായി വരുന്നത് മൊബൈൽ ഫോണാണ്, സോഷ്യൽ മീഡിയയാണ്. അതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ ഒക്കത്തില്ല എന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. എത്രമാത്രം അത് അവരവരെ തന്നെ ചിന്തിക്കുക, എത്രമാത്രം അത് ശരിയുണ്ടെന്നുള്ളത്. ഈ നാളുകളിൽ നമുക്ക് അതിൽ നിന്നൊരു മാനസാന്തരം ഉണ്ടാകുവാൻ, നമ്മുടെ കണ്ണിനോടൊരു നിയമം ചെയ്യുവാൻ, നമ്മുടെ ഹൃദയത്തോടൊരു നിയമം ചെയ്യുവാൻ, നമ്മളെ നശിപ്പിക്കുന്നതായ ഇതിൽ നിന്ന്, ആ അതിപ്രസരത്തിൽ നിന്ന് നമുക്കൊരു വിടുതലുണ്ടാകണമെന്നൊക്കെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ, നമ്മൾ തന്നെ സ്വയം അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുവാൻ നമ്മൾക്ക് ദൈവത്തോടുള്ള പ്രാർത്ഥന ആവശ്യമാണ്. പണ്ടൊക്കെ നമ്മൾ സുഖമായി ശാന്തമായി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്ന അനുഭവമാണ്. എന്നാൽ ഇന്ന് അതിനു പകരം നമ്മളിങ്ങനെ വീഡിയോ കണ്ട് പോകുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതിന് പകരം ആത്മീയ ജീവിതത്തിനെതിരായി എന്തെല്ലാം വരുന്നുവോ അതിനെയെല്ലാം ഓവർകം ചെയ്യുവാൻ, അതിനെയെല്ലാം ഓവർകം ചെയ്യാനുള്ള ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പൗലോസിന്റെ ജീവിതത്തിൽ വന്നതുപോലെ, പത്രോസിന്റെ ജീവിതത്തിൽ വന്നതുപോലെ ഒരു മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ മറ്റുള്ളതിൽ നിന്ന് തെറ്റുകൾ നമുക്ക് കണ്ടറിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് തിരികെ വരുവാൻ ഇടയായി തീരണം. എങ്കിൽ മാത്രമേ നമുക്ക് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തിയേൽപ്പിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരം നമ്മുടെ ജീവിതം നമുക്ക് ആയിത്തീരുവാൻ കഴിയുന്നുണ്ടോ? ദൈവവചന പ്രകാരം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മളെ തന്നെ ഒന്ന് സ്വയശോധന ചെയ്താട്ട്. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നതായ ആ ജീവിത നിലവാരത്തിലേക്ക്, വചനത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് എന്റെ ജീവിതത്തിൽ തിരിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അങ്ങ് ആഗ്രഹിക്കുന്ന മാനസാന്തരം എന്നിൽ ഉണ്ടാകുന്നുണ്ടോ? ഞാൻ ഈ ഓടുന്നതും അധ്വാനിക്കുന്നതും എല്ലാം നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ളതിന് കാരണമായി തീരുന്നുണ്ടോ? അതോ നമ്മൾ നഷ്ടപ്പെട്ടു പോകുമോ? ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ സ്വയമായി ഒന്ന് ശോധന ചെയ്യാം.
കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഒരു മാനസാന്തര ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനാദിനിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം ഈ ഫേസ്ബുക്ക് മീഡിയയിൽ കൂടെ ഇങ്ങനെ പ്രഘോഷിക്കപ്പെടുമ്പോൾ അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി തീരട്ടെ, വിടുതലിന് കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിനെ നമ്മളോട് സംസാരിക്കുന്ന പോലെ നമുക്ക് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കുണ്ട്. ആ വിഷയങ്ങളെല്ലാം പ്രാർത്ഥനാ ദുനിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും നമുക്കൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. അനേകര് നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദിവസങ്ങളിൽ നമുക്ക് മാനസാന്തരത്തിൽ യോഗ്യമായ ഫലം കായ്ക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മളായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ കാണുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വേറെ ആരും കാണുന്നില്ലെങ്കിലും തെറ്റുകളിൽ നിന്ന് നമുക്കൊരു തിരിച്ചറിവ്, നമ്മളെ മറ്റൊരാൾ കാണുന്നുണ്ട്, ഒരു ക്യാമറ കണ്ണുകൾ നമ്മളെ കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകട്ടെ. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാദിനിലൂടെ കടന്നു വരുന്ന അനേക രോഗികൾക്ക് വേണ്ടി, അനേക ദൈവമക്കളുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിന് നന്ദിയോടെ വാഴ്ത്തുന്നു. അങ്ങയുടെ വചനം കർത്താവെ അല്പസമയം ഷെയർ ചെയ്യുവാൻ അടിയനെ ബലപ്പെടുത്തനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാദിനിയുടെ പ്രവർത്തനങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവ് ബെൻസംബാസ്റ്ററെ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ അങ്ങയുടെ ഈ പ്രാർത്ഥനാദിനിൽ കൂടെ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ കടന്നു വരുന്നുണ്ടല്ലോ. ആ വിഷയങ്ങളെല്ലാം സ്തോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിനുമെല്ലാം കർത്താവെ തക്ക മറുപടി നൽകിക്കൊടുത്ത് മാനിക്കുമാറാകണമേ, അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്റെ പ്രവർത്തനങ്ങളെ അങ്ങ് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ കേട്ട എല്ലാവരുടെ മേലും കർത്താവിന്റെ ശക്തി പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിട്ടിരിക്കാൻ നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഇതുവരെ വചനം കേട്ട എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.